കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വരുവാൻ ഇന്നും ദൈവം സാവകാശം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. പ്രാരംഭമായ ചില വാക്യങ്ങളാണ് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർമാനമായിട്ട് നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദൈവവചന ധ്യാനവും നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എന്നെ സമർപ്പിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വിവിധ സമയങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഹേരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്നും വിദ്വാൻമാർ യെരുശലേമിൽ എത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹേരോദ രാജാവ് എങ്ങനെയാണ് ആ സ്ഥാനത്ത് കടന്നു വന്നതെന്നും ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ആര് ആയിരിക്കുമെന്നും നമ്മൾ അല്പമായി ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, യേശു യഹൂദിയയിലെ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത് തന്നെ എത്രയോ ഒരു അർത്ഥവത്തായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ കർത്താവ് ജനിച്ചത് എന്നുള്ള കാര്യം നാം അവിടെ ഒന്നും ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് നാം ചിന്തിച്ചത് ഹേരോദാവ് ഈ വിവരം അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കിഴക്ക് കണ്ട നക്ഷത്രത്തെ ലക്ഷ്യമാക്കി വിദ്വാൻമാർ യാത്ര തിരിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഹേരോദ രാജാവ് അത് കേട്ടിട്ട് ഭ്രമിച്ചുപോയി എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഭ്രമിക്കുവാൻ കാരണമായത് എന്ന് നാം ചിന്തിക്കണം. മാത്രമല്ല, അദ്ദേഹം ശാസ്ത്രിമാരെയും മഹാപുരോഹിതന്മാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്നവരോട് ചോദിച്ചു. അന്വേഷിച്ചപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, യഹൂദിയയിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന്. കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മീഖാ പ്രവാചകനും യെശയ്യാ പ്രവാചകനും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ വിഷയം നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യം, ഈ നക്ഷത്രം മനുഷ്യനിർമ്മിതമല്ല, അത് കുറച്ചു പേർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ നക്ഷത്രത്തെ ആര് കണ്ട് യാത്ര പുറപ്പെടുന്നുവോ അവരെ ആ നക്ഷത്രം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെയും നയിക്കും എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇത് ദൈവവചനത്തിന് സാദൃശ്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവവചനം മാനുഷികമായ ആ നിർമ്മിതിയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമുണ്ട്. ടൈറ്റസ് 2:11, തീത്തോസ് 2:11 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ
ദൈവകൃപ ഉദിച്ചുവല്ലോ. കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ്. അത് സന്തോഷത്തോടെ ആ ആലോചന അല്ലെങ്കിൽ ആ ദർശനം സ്വീകരിച്ച് യാത്ര ചെയ്യുന്നവരെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ അത് പര്യാപ്തമാണെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അവര് ഇറങ്ങി തിരിച്ച സമയം മുതൽ ആ ശിശു ഇരിക്കുന്ന വീട് വരെയും അവരെ അത് എത്തിക്കുവാനായിട്ട് ഗൈഡ് ചെയ്തു. ഒരു കാര്യം പ്രത്യേകം നമ്മൾ കണ്ടത്, ഈ നക്ഷത്രം മനുഷ്യരെ അല്ല ഫോളോ ചെയ്തത്. മനുഷ്യർ പോകുന്ന, വിദ്വാൻമാർ പോകുന്നതനുസരിച്ച് നക്ഷത്രം പോവുകയല്ലായിരുന്നു. നക്ഷത്രം പോകുന്നതനുസരിച്ച് അവര് യാത്ര ചെയ്യണമായിരുന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ സൗകര്യപ്രദമായിട്ടല്ല ദൈവവചനം നമ്മൾ വളച്ചൊടിക്കേണ്ടത്. ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ വിദ്വാൻമാര് അവരുടെ ആ പ്രദേശത്തു നിന്നൊക്കെ യാത്ര തിരിച്ച് അവര് പട്ടണത്തിലെത്തിയപ്പോൾ ആ പട്ടണത്തിന്റെ കൾച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു ചിന്ത തോന്നി, നമ്മളുടെ ബുദ്ധി കൂടെ ഒന്ന് ഉപയോഗിക്കാം നമുക്ക്. രാജകുമാരൻ ജനിക്കുന്നത് കൊട്ടാരത്തിലായിരിക്കുമല്ലോ. അങ്ങനെ അവര് കൊട്ടാരത്തിലേക്ക് പോകുവാനിടയായി. അങ്ങനെ കൊട്ടാരത്തിൽ കയറിയതുകൊണ്ടാണ് ഹെരോദാവ് ഭ്രമിക്കാനിടയായതും തുടർന്ന് ചില കുതന്ത്രങ്ങൾ യേശുവിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തതും അതുമൂലം ചില കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് കാരണമായതെല്ലാം അതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഒരു ദൈവികമായ ആ വിഷൻ ദർശനത്തോടുകൂടെയാണ്. ആ ദർശനപ്രകാരം നമ്മൾ ജീവിക്കണം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് തന്റെ മാതാപിതാക്കളെയും സഹോദരനെയെല്ലാം വിട്ട് ഓടിപ്പോകുന്നൊരു സന്ദർഭമുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അദ്ദേഹം അവിടെ ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു ഡ്രീം, ഒരു ദർശനം കാണുകയാണ്. ആകാശത്തോളം എത്തുന്ന ഒരു കോവേണിയുടെ ദർശനം. ആ ദർശനം കണ്ടതോടുകൂടെയാണ് യാക്കോബ് പറഞ്ഞത്, ഒരു തീരുമാനമെടുത്തത്, ഈ ദൈവം എന്റെ ദൈവമായിരിക്കും. അപ്പോൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ, ഒരു ബന്ധത്തിൽ യാക്കോബിനെ എത്തിച്ചത് ആ കോവേണിയുടെ ദർശനമാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, യോജിപ്പിക്കുന്ന കോവേണി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നാം അത് പഠിക്കുമ്പോൾ ഒടുവിലത്തെ വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ദർശനം കണ്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് യാത്ര തിരിച്ചവരാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ ദർശനത്തിന് ഒരിക്കലും ഭംഗം വരരുത്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. 19-ാം വാക്യമാണ് ഞാൻ ഓർപ്പിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെറുശലേമിലും യഹൂദ്യദേശത്തെങ്ങുമുള്ളവരോട് പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല.
ഇന്ന് ഈ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ ഇപ്രകാരം ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എന്നെ ദൈവം കാണിച്ചു തന്ന ദൈവികമായ സത്യത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് കണ്ട മറ്റൊരു ആശയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വിദ്വാൻമാർ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു. അവര് നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ നീക്കങ്ങളെല്ലാം അറിയുവാൻ പഠിച്ച വിദ്വാൻമാരായിരിക്കാം, വാനശാസ്ത്രജ്ഞന്മാരായിരിക്കാം, നിരീക്ഷകന്മാരായിരിക്കാം. അവർ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു രാജാവ് ജനിക്കുന്നതിന്റെ സൂചനയാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രേരണയുണ്ടായി, ആ രാജാവിനെ ഞങ്ങൾക്ക് കണ്ടെത്തണം, അന്വേഷിക്കണം. അങ്ങനെയുള്ള ചിന്തയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നത് ഇതാണ്. 27 സങ്കീർത്തനം 8 വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞു, എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കൽ നിന്ന് കൽപ്പനയുണ്ടായി എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവമക്കളെ, ഈ വിദ്വാൻമാർക്കും അതുപോലെ അവരുടെ ഹൃദയത്തിൽ അവർക്ക് മനസ്സിലായി ഈ രാജാവിനെ അന്വേഷിക്കണം, അവന്റെ മുഖം അന്വേഷിക്കണം. അങ്ങനെ അവര് ദൈവത്തിന്റെ ആ രാജാവിനെ അന്വേഷിച്ച് യാത്ര തിരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവര് അന്വേഷിച്ചു. വളരെ പ്രതികൂലങ്ങളൊക്കെയുള്ള വൈഷമ്യമേറിയ വഴികളിലൂടെയൊക്കെയാണ് അവർ കടന്നു വന്നത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. എന്നാൽ അവര് ആ രാജാവിന്റെ അരികിൽ വന്നു. എന്തിനാണ് അവര് വന്നത്? അവര് വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ കാഴ്ചവെച്ചു. അവര് വന്നപ്പോൾ ആ രാജാവിനെ, യേശുവിനെ അമ്മയായ മറിയയോടുകൂടെയാണ് കണ്ടത്. അവര് വീണ് അവനെ നമസ്കരിച്ചു എന്നാണ് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നത്. വീണ് അവനെ നമസ്കരിച്ചു എന്നല്ല, വീണ് അവനെ നമസ്കരിച്ചു. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. അതാണ് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നത്. ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. എന്തിനാണ് ഈ വിദ്വാൻമാർ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് അവരിങ്ങനെ അന്വേഷിച്ചു വന്നത്? രാജാവിനെ കാണണം. എന്തിനാണ് രാജാവിനെ കാണുന്നത്? അവനെ നമസ്കരിക്കണം, അവനെ കുമ്പിടണം. ആ സമയത്ത് ഒരു കാര്യം എന്റെ ചിന്തയിലേക്ക് കടന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ, യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ അവിടെ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അടുത്ത 35 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്,
വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരത് കേട്ടു. ആ ശിഷ്യന്മാർ അന്ത്രയോസും യോഹന്നാനുമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അവരുടനെ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ തുടങ്ങി. എന്തിനായിരിക്കും അവർ യാത്ര ചെയ്തത്? ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് വചനത്തിൽ. ഈ ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതൊന്ന് അറിയണം, ആ കുഞ്ഞാടിനെ ഒന്ന് അറിയണം. അത് ആ ലക്ഷ്യത്തോടുകൂടെ അവര് യേശുവിനെ അനുഗമിച്ചു. മുൻപ് അടുത്തോട്ട് ചെല്ലുമ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ട് കേൾക്കുവാൻ കഴിയുന്ന ആ ഡിസ്റ്റൻസിൽ അവരെത്തിയപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് യു ആർ സീക്കിംഗ്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് വേണം എന്നല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോസ്പെരിറ്റി വേണമെന്നല്ല. അവരിത്ര മാത്രമേ ചോദിച്ചുള്ളൂ, റബി, ഗുരു, നീ എവിടെയാണ് പാർക്കുന്നത്? ഞങ്ങൾക്ക് നിന്നോട് കൂടെ പാർക്കണം, ഞങ്ങൾക്ക് നിന്നെ കൂടുതലായിട്ട് അറിയണം, നീ എവിടെയാണ് പാർക്കുന്നത്? അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ അറിയണമെങ്കിൽ എനിക്ക് ഒരു സിപ്പ് കോഡോ ഒരു സ്ട്രീറ്റ് അഡ്രസ്സോ ഒന്നും തരാനില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. നിങ്ങൾക്ക് എന്നെ അറിയണമെങ്കിൽ എന്നോടുകൂടെ പാർക്കുക, വന്നു കാണുക. ഈ ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ ചെന്നു. അന്ന് ആ രാത്രിയിൽ അവർ യേശുവിനോടുകൂടെ പാർത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവര് അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ അവരുടെ ജീവിതം ആകമാനം മാറി. അവരുടെ വീടുകൾ തൊട്ട് യേശുവിനെ കുറിച്ച് അവര് പറയുവാൻ തുടങ്ങി. ഈ ദൈവവചനം ഷെയർ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇനിയും കേൾക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? യേശുവിനെ നാം അന്വേഷിക്കുന്നെങ്കിൽ എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? പലരും പല ഉദ്ദേശത്തോടുകൂടെയാണ് യേശുവിനെ അന്വേഷിക്കുന്നത്. രോഗസൗഖ്യം വേണം, അനുഗ്രഹങ്ങൾ വേണം, ചില വിഷയങ്ങൾക്ക് വഴികൾ തുറക്കണം, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇതെല്ലാം നല്ലതാണ്. യേശുവിൽ കൂടെ അതെല്ലാം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ എല്ലാറ്റിലും ഉപരിയായിട്ട് യേശുവിനെ നാം അന്വേഷിക്കുന്നത് യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനോടുകൂടെ പാർക്കുവാനായിരിക്കണം. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, പൗലോസ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ ആഴവും ഉയരവും നീളവും വീതിയും സകല വിശുദ്ധന്മാരോടുകൂടെ അറിയുവാനും പ്രാപ്തരാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെയും ആഗ്രഹം അതായിരിക്കട്ടെ. യേശുവിനെ ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്, അവനോടുകൂടെ പാർക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ജീവിതം നാം പരിശോധിച്ചാൽ സ്വർഗീയ ദർശനം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ടവനാണ്. ദൈവത്തിൽ നേരിട്ട് അദ്ദേഹം ആലോചനകൾ പ്രാപിച്ചയാളാണ്. അനേക ലേഖനങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ തന്റെ ആഗ്രഹം പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് കർത്താവിനെ അന്വേഷിക്കുകയും അവനെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം. ഈ യേശുവിനെ കണ്ടെത്തിയിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ കണ്ടെത്തിയവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വ്യത്യാസമാണ്
ഉണ്ടാകുന്നത്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിനെ കൂടുതലായിട്ട് എനിക്ക് അറിയണം, അവനെ എനിക്ക് സ്നേഹിക്കണം, അവനെ എനിക്ക് ആരാധിക്കണം എന്നുള്ള ആ ഒരു വലിയ വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. യേശുവിനെ അനുഗമിക്കുന്നതിന് ദൈവവചനത്തിന്റെ അറിവ് മാത്രം പോരാ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഈ മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ഹേരോദാവ് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് യേശു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അവർക്കതിന്റെ അറിവുണ്ടായിരുന്നു. എന്നാൽ ആ യേശുവിനെ ഒന്ന് കാണുവാനോ അവനെ ആരാധിക്കുവാനൊന്ന് പോകുവാനോ അവർക്ക് താല്പര്യം തോന്നിയില്ല. അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിവുണ്ടായിരുന്നു. എന്നാൽ അറിവ് മാത്രം പോരാ, അതിനൊരു വെളിപ്പാടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിനെ സ്നേഹിക്കുവാനും അവനെ അന്വേഷിക്കുവാനും സാധിക്കത്തുള്ളൂ. യേശുവിനെ കുറിച്ച് ചില ഇൻഫർമേഷനൊക്കെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് അനേകം ആളുകളും. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ല, യേശുവിനെ ആഴമായി അറിയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നാണ് നാം 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവമക്കളെ, മോശ തന്റെ ആ ജീവിത അവസാന സമയത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ മാഹാത്മ്യവും നിന്റെ ഭുജവീര്യവും എന്നെ നീ കാണിച്ചു തുടങ്ങിയല്ലോ. മോശ എന്തുമാത്രം ദൈവിക കാര്യങ്ങൾ അറിഞ്ഞയാളാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത്, നിന്റെ ആ മാഹാത്മ്യവും നിന്റെ വീര്യപ്രവൃത്തികളും എന്നെ കാണിച്ചു തുടങ്ങിയല്ലോ എന്നാണ്. നമ്മൾക്ക് എത്ര മാത്രം കാര്യങ്ങൾ അറിയാമെങ്കിലും നാം പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. നാം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമാകുകയുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ കാഴ്ചപ്പാടുകൾക്കനുസരണമായി ലക്ഷ്യം തെറ്റാതെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേകർക്കും ഈ യേശുവിനെ അന്വേഷിക്കുവാൻ, അവന്റെ അരികിലേക്ക് ചെല്ലുവാൻ താല്പര്യമില്ല. ഇവിടെ ഹേരോദാവ് യേശു രാജാവ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഭ്രമിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ഭ്രമിച്ചത്? അവരുടെ കൊട്ടാരത്തിലെ ജോലിക്കാർ ഇളകുവാൻ എന്താണ് കാരണം? ഹേരോദാവിന് തോന്നി, ഞാൻ ഇവിടെ രാജാവായിരിക്കുമ്പോൾ വേറൊരാൾ രാജാവ് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്റെ സിംഹാസനം ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഭ്രമിക്കുവാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമുണ്ട്. അതിന്റെ 19-ാം വാക്യമാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. ദൈവമക്കളെ, അനേകർക്കും യേശുവിന്റെ അരികിലേക്ക് വരുവാനോ യേശുവിനെ കൂടുതലായിട്ട് അറിയുവാനോ ആഗ്രഹമില്ലാത്തത്, യേശു ജീവിതത്തിൽ വന്നാൽ ചിലതൊക്കെ വെറുക്കേണ്ടി വരും, ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്നവർക്കറിയാമായിരുന്നു. ആ ചിന്ത കൊണ്ടാണ് പലർക്കും യേശുവിനെ സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തത്. യേശു അവരുടെ ആ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന മറ്റ് പലതിനെയും അവരുപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതിന്റെ സത്യം. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തൽ. ആ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നാം യേശുവിനോടുകൂടെ സമയം ചിലവഴിച്ചാൽ
നമ്മുടെ ജീവിതം ആകമാനം വ്യത്യാസപ്പെടുമെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അപ്പോസ്തലപ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അത് 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. പത്രോസിനെ കുറിച്ചും മറ്റും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. ഒരു വ്യക്തിക്ക് അവരുടെ കൈയാൽ സൗഖ്യം പ്രാപിച്ചു. അതൊരു വിശേഷമായ ഒരു അത്ഭുതമാണെന്ന് ആളുകൾ കണ്ടു. ഇതെന്തൊരു വലിയ ശക്തിയാണ്, രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ശക്തി. ഇവരെ ചോദ്യം ചെയ്യുവാനായിട്ട് പിടിച്ചപ്പോഴോ ഇവർക്ക് ഭയങ്കരമായ ധൈര്യം. ഈ ധൈര്യം ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? ഈ ശക്തി ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? അന്വേഷിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇവര് യേശുവിനോടുകൂടെ ആയിരുന്നു എന്നാണ്. യേശുവിനോടുകൂടെ ആയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ദൈവം പ്രത്യേകമായ ആ സൂപ്പർ നാച്ചുറലായ പവർ ദൈവം നൽകും. അവർക്ക് ദൈവം ധൈര്യം നൽകും. അവർ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കട്ടെ. എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ അറിയണം, യേശുവിനോടുകൂടെ എനിക്ക് സമയം ചെലവഴിക്കണം. നമ്മുടെ ആഗ്രഹം എന്താണ്? ഇന്ന് യ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്താ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മറുപടി എന്തായിരിക്കും? കർത്താവിന് പ്രസാദകരമായൊരു മറുപടി ആയിരിക്കുമോ നമ്മൾ പറയുന്നത്? യേശുവിനെ നാം അന്വേഷിച്ച് നാം കണ്ടെത്തണമെങ്കിൽ ദൈവത്തിൽ വായിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അവനെ കണ്ടെത്തത്തുള്ളൂ. നാം ദൈവത്തിൽ വ്യക്തമായത് വായിക്കുന്നുണ്ട്. മോശയെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: മോശ പാളയത്തിന് പുറത്ത് ദൂരെ മാറ്റി കൂടാരമടിച്ചു. യഹോവയെ, ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെ അവന്റെ അരിയിൽ വന്നു. അവര് നോക്കിയപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ പാളയത്തിൽ നിന്നും ദൂരെ കൂടാരമടിച്ച മോശയുടെ മുഖം ശോഭിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മളുടെ പാളയമെന്ന് പറയുന്നത് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള ഇടമാണ്. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസാണ്. അത് വിട്ട് നാം കർത്താവിനെ ഏകാഗ്രതയോടുകൂടി അന്വേഷിക്കുമ്പോഴാണ് നമുക്കവനെ കണ്ടെത്തുവാൻ കഴിയുന്നത്. അവനെ കണ്ടെത്തിയാൽ നമ്മുടെ മുഖം ശോഭിതമാകും. അതല്ലേ നമ്മൾ വായിക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്നാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. ഉത്തമഗീതം 3-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ശൂലേംകാരത്തിയെയും അവളുടെ അവളുടെ മണവാളനായ ഇടയച്ചെറുക്കനെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൾ അവനെ അന്വേഷിച്ചു. രാത്രിയിൽ അവളുടെ കിടക്കയിൽ അവൾ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. അവൾ കിടക്കയിൽ നിന്ന്, ആ കംഫോർട്ട് സോണിൽ നിന്ന് അവൾ പുറത്തു വന്നു. വീഥികളിൽ അന്വേഷിച്ചു, വിശാല സ്ഥലത്ത് അന്വേഷിച്ചു, കണ്ടില്ലല്ലോ, ഞാൻ അന്വേഷിച്ചതാ, പോയേക്കാമെന്ന് അവൾ വിചാരിച്ചില്ല. അവൾ പിന്നെയും അന്വേഷിച്ചു. മുമ്പോട്ട് പോയപ്പോൾ പട്ടണത്തിലെ കാവൽക്കാരെ കണ്ടു. അവരോട് അന്വേഷിച്ചു. അവിടെയും അവൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൾ നിരാശപ്പെട്ടു മടങ്ങിയില്ല. അവൾ പിന്നെയും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ പ്രാണപ്രിയനെ അവൾ കണ്ടപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ കംഫോർട്ട് സോൺ വിട്ട് നമ്മൾ ഇറങ്ങണം. ചിലപ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിൽ മറുപടിക്കായിട്ട് ഈ കാവൽക്കാരോട് നമ്മൾ അന്വേഷിച്ചതുപോലെ നമ്മൾ TV പ്രാസംഗികരോടും നമ്മൾ പ്രവാചകന്മാരോടും ഒക്കെ ചിലപ്പോൾ അന്വേഷിച്ചെന്നിരിക്കാം. ചിലപ്പോൾ അവിടെയൊന്നും നമുക്ക് മറുപടി കണ്ടെത്തിയിരുന്നില്ലെന്നിരിക്കാം. എന്നാൽ അവൻ ആർക്കും മറഞ്ഞിരിക്കുന്നില്ല. ഹൃദയപൂർവ്വം നാം അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നാം അവനെ കണ്ടെത്തും. അവനെ കണ്ടെത്തിയാൽ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകുവാനിടയായിത്തീരും. ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ആ വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു പോയാൽ
വളരെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. എന്നാൽ അത് മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വീഡിയോയുമായി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. സ്തോത്രം. ഞാൻ താഴോട്ട് പോകട്ടെ. ഈ വിദ്വാൻമാർ അവര് വീട്ടിൽ ചെന്നു. ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ചു സമ്മാനങ്ങൾ നൽകിയെന്ന് നമ്മൾ വായിക്കുന്നു. എത്ര വിദ്വാൻമാരവിടെ ചെന്നെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ കൊണ്ടുപോയ സാധനങ്ങൾ അവന്റെ മുമ്പിൽ വെച്ചിട്ട് അവരെ സമ്മാനങ്ങൾ കൊടുത്ത് അവനെ നമസ്കരിച്ചു, ആരാധിച്ചു. ഈ സമ്മാനങ്ങൾ കൊടുത്തത് തന്നെ നമ്മൾ നോക്കിയ പൊന്ന്, മൂര്, കുന്തിരിക്കം, ഇത് യാദൃശ്ചികമായിട്ട് ഉണ്ടായി കൊടുത്തതായ ഒരു കാര്യമല്ല. അതിന്റെ പിന്നിലും ദൈവത്തിന്റെ കരുതലുണ്ട്. പൊന്ന് അത് രാജകീയമായ റോയൽറ്റിയെ കാണിക്കുന്നത്, യേശുവിന്റെ ഡിവൈൻ നേച്ചർ, ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. കുന്തിരിക്കം അവനൊരു പ്രവാചകനാണെന്നാണ് കാണിക്കുന്നത്. പൊന്ന്, മൂര് അവനൊരു പ്രവാചകനാണെന്നാണ് കാണിക്കുന്നത്. കുന്തിരിക്കം അവനൊരു പുരോഹിതനാണെന്നാണ് കാണിക്കുന്നത്. പൊന്ന്, മൂര്, കുന്തിരിക്കം, യേശു രാജാവ്, യേശു പ്രവാചകൻ, പുരോഹിതൻ എന്നീ സത്യങ്ങളാണ് വിളിച്ചറിയിക്കുന്നത്. അത് മാത്രമല്ല, തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ അവർ യേശുവിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് പോയി എന്നും അതിനുശേഷം നസ്രത്തിലേക്ക് പോയി എന്നും മറ്റും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ യാത്രയ്ക്കെല്ലാം വളരെ ചെലവുണ്ടായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതിനുവേണ്ടിയുള്ള എക്സ്പെൻസും കൂടി ആയിരിക്കാം ദൈവം ഈ വിദ്വാൻമാരിലൂടെ കാഴ്ചയായിട്ട് കൊടുത്തത് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി കരുതുന്നവനും വഴികളെ തുറക്കുന്നവനുമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. ഈ വിദ്വാൻമാർ ആ വീട്ടിൽ ചെന്നു. അവര് ശിശുവിനെ കണ്ടു, അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കുന്നതാണ് വീണ് നമസ്കരിക്കുക. പിശാചും അതാണ് ആഗ്രഹിച്ചത്. യേശുവിനോട് പറഞ്ഞു, നീ വീണെന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് നൽകി തരാമെന്നാണ്. അവരപ്പോൾ ഏറ്റവും വലിയ ബഹുമാനമാണ് യേശുവിനെ കൊടുത്തത്. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് കുന്തിരിക്കവും മൂരും പൊന്നും കാഴ്ചവെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരു കാര്യം, ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹേരോദാവ് ഒരു ശിപ്പായിയെ പോലും, ഒരു പട്ടാളക്കാരനെ പോലും ഇവരുടെ കൂടെ അയക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. അദ്ദേഹം തന്ത്രപൂർവമായിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെ കണ്ടിട്ട് വന്ന് എന്നെ അറിയിക്കണം, ഞാനും ചെന്ന് അവനെ നമസ്കരിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷേ ശിശുവിനെ നശിപ്പിക്കുവാനുള്ളൊരു തന്ത്രമാണെന്ന് അവരറിഞ്ഞില്ല. എന്നാൽ സ്വപ്നത്തിൽ അവരോട് ദൂതൻ പറഞ്ഞു, വേറെ വഴിയായി പോകണം, നിങ്ങൾ ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത്. യേശു ഒരു കുഞ്ഞാണ്. യേശുവിന് സ്വയമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുവാൻ, തന്നെ രക്ഷിക്കുവാൻ കഴിവില്ല, ശിശുവാണ്. എന്നാൽ ആ ബലഹീനമായിരിക്കുന്ന അവസ്ഥയിലും ആ യേശുവിനെ ആ പിതാവായ ദൈവം എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ അറിയാതെ തന്നെയാണ് ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി നമ്മെ സൂക്ഷിച്ച് അപകടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത്. ഒരു സന്ദേശം ഇവിടെ നിന്ന് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, അവര് അന്വേഷിച്ചു വന്നു, യേശു കുഞ്ഞിനെ കണ്ടു, വീണവനെ നമസ്കരിച്ചു, ആരാധിച്ചു. ആരാധന കഴിഞ്ഞ് അവര് പോയതെങ്ങനെയാണ്? വന്ന വഴിയല്ല, വേറെ വഴിയായി അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. വാസ്തവമായിട്ട് യേശുവിനെ കണ്ടവർ അവര് വന്ന പഴയ വഴിയിൽ അവർ പിന്നെ യാത്ര ചെയ്യത്തില്ല. അവരുടെ ജീവിതത്തിൽ പുതുക്കമുണ്ടാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഈ വിദ്വാൻമാർ യേശുവിനെ നമസ്കരിച്ചു, ആരാധിച്ചു. അവരുടെ ജീവിതം ആകെ വ്യത്യാസം വന്നു. അവർ വേറെ വഴിയായി യാത്ര ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവമക്കളെ, നാം സങ്കീർത്തനം 115 ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്.
ജാതികളുടെ ദേവന്മാർ അവരാരാധിക്കുന്നത് ഊമ വിഗ്രഹങ്ങളെയാണ്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അവയെ ഉണ്ടാക്കിയവരും അവയിൽ ആശ്രയിക്കുന്നവരും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ നമ്മളുടെ ദൈവമോ ജീവനുള്ള ദൈവമാകുന്നു. നാം ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പം വിഗ്രഹത്തെ ആരാധിക്കുന്നവരും അതിൽ ആശ്രയിക്കുന്നവരും അതിനെ ഉണ്ടാക്കുന്നവരും അവയെപ്പോലെയാകുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ അവനെ പോലെയാകും. അവരുടെ സ്വഭാവം ആ ദൈവത്തെ പോലെയാകും. അനേക വർഷങ്ങളായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ ആരാധിച്ച് അവനെ പോലെ ആകുന്നുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ പിന്നെയും പഴയ അവസ്ഥയിലാണോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ അങ്ങനെ ആ പഴയ അവസ്ഥയിലാകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തെ പോലെയാകണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു മിസ്രൈമിലേക്ക് പോയി. ഹേരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഇവിടെ സ്വപ്നത്തിൽ ജോസഫിനോട് ദൈവം അരുളിച്ച് സംസാരിക്കുകയാണ്. ഹേരോദാവ് ശിശുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു, നീ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോകുക. ജോസഫിന്റെ പ്രതികരണം എന്തായിരുന്നു? രാത്രിയിൽ തന്നെ അവൻ ശിശുവിനെയും അമ്മയെയും കൂട്ടി പുറപ്പെട്ടു മിസ്രൈമിലേക്ക് പോയി. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു, മറിയയെക്കുറിച്ച് ഒരു സംശയം തന്നെ തനിക്ക് ഉണ്ടായപ്പോൾ അവൾക്കൊരു അപവാദം വരുത്തരുതെന്ന് വിചാരിച്ച് രഹസ്യമായി ഉപേക്ഷിക്കുവാനാണ് താൻ തീരുമാനിച്ചത്. കാര്യം താൻ നീതിമാനായതുകൊണ്ട്. എന്നാൽ ദൂതൻ അവനോട് അരുളി ചെയ്തത്, നീ വിചാരിക്കുന്നത് പോലെയല്ല, പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായതെന്ന് പറഞ്ഞപ്പോൾ ജോസഫ് യാതൊരു പ്രയാസവും കൂടാതെ മറിയയെ സ്വീകരിച്ചു, ദൂതന്റെ ആലോചന അനുസരിച്ചു. ഇവിടെ ദൂതൻ പറയുകയാണ്, മിസ്രൈമിലേക്ക് പോകണം. ആ രാത്രിയിൽ തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി അവൻ പുറപ്പെടുകയാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒബീഡിയൻസ്. ഒരു കണ്ടീഷനും വെക്കാതെ, ഒരു കാലതാമസവും വെക്കാതെ, നേരം വെളുക്കട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കട്ടെ, ഇപ്പൊ ഈ പരുവത്തിന് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് നല്ലതാണോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ ദൈവം എന്തു പറഞ്ഞുവോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അനുസരിക്കുന്നയാളായിരുന്നു ജോസഫ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? കർത്താവിനെ അവന്റെ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കണ്ടീഷൻ കൂടാതെ, താമസം കൂടാതെ കർത്താവിനെ അനുസരിക്കുവാൻ മനസ്സുള്ളവരാണോ നമ്മൾ? ഒന്ന് ചിന്തിക്കുവാൻ ദൈവമിടയാക്കട്ടെ. ഹേരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. നമുക്കറിയാമല്ലോ, ഹേരോദാവ് രാജാവായിട്ടിരിക്കുകയാണ്. യേശു രാജാവാണ്. രണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് വാഴുകയില്ല. നമ്മുടെ ജീവിതത്തിൽ യേശു രാജാവായി വരണമെങ്കിൽ മറ്റൊന്നും തന്നെ രാജാവായിട്ടിരിക്കുവാൻ അനുവദിക്കരുത്. അങ്ങനെ ഇരുന്നാൽ യേശുവിനെയും കൂടെ നമുക്ക് ഉൾക്കൊള്ളാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. യേശു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമ ഗവൺമെന്റ് അനേക ഭക്തന്മാരെ കൊന്നുകളഞ്ഞു. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? അവര് ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവർ ഏത് രാജ്യത്ത് പോയി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയാലും അവിടുത്തെ ദൈവങ്ങളെ കൂടെ കൊണ്ടുവന്ന് അവരുടെ ആലയങ്ങളിൽ വെച്ച് അതിനെ ഉൾക്കൊള്ളുവാൻ മനസ്സുള്ളവരായിരുന്നു. പിന്നെ എന്തിനാണ് ഇവർ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്? ഞാൻ ഓർപ്പിക്കട്ടെ, യേശു മാത്രമാണ് ദൈവമെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് അവരെ പീഡിപ്പിക്കുവാനിടയായത്.
എല്ലാ ദേവന്മാരെയും പോലെ ഒരാളാണ് യേശു. എല്ലാവരുടെയും കൂട്ടത്തിൽ യേശു ഇരിക്കട്ടെ എന്ന് പറയുന്നതല്ല. മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ യേശു എന്ന നാമമല്ലാതെ ഒരു നാമവുമില്ല എന്ന് ദൈവവചനം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ യേശു മാത്രമായിരിക്കണം നമ്മുടെ രാജാവ്. നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആരാണ് രാജാവായിരുന്ന് നമ്മെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മെ ഭരിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ആധിപത്യം അവന്റെ തോളിലായിരിക്കണം. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് നമുക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നത്. കർത്താവായിരിക്കട്ടെ നമ്മുടെ രാജാവ്, നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. ഞാൻ എന്റെ വാക്കുകളെ വേഗം നിർത്താം. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹേരോദാവ് കണ്ടിട്ട് വളരെ കോപിച്ചു. എന്താണ് നമ്മൾ അവിടെ വായിക്കുന്നത്? വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഹേരോദാവ് പറഞ്ഞതുപോലെ വിദ്വാൻമാർ തിരിച്ചവന്റെ കൊട്ടാരത്തിൽ ചെന്നില്ല. അത് തന്നെ കളിയാക്കുകയായിരുന്നു എന്ന് താൻ ചിന്തിച്ച് ഈ കുഞ്ഞുങ്ങളെ 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ എല്ലാം കൊല്ലാൻ കൽപ്പനയിട്ടു. ദൈവമക്കളെ, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ദർശനം പ്രാപിച്ച വിദ്വാൻമാർ പട്ടണത്തിൽ വന്നപ്പോൾ ഇനിയും നമ്മുടെ ബുദ്ധി കൂടെയൊക്കെ അല്പം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കൊട്ടാരത്തിലേക്ക് കയറിയതിനാൽ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുവാനിടയായി. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ നമ്മളായിരുന്ന ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിലൊക്കെ ജീവിച്ച് ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചു. എന്നാൽ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സാമ്പത്തികമായ ഉയർച്ചകളും വിദ്യാഭ്യാസപരമായ ഉയർച്ചകളുമൊക്കെ വന്നപ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വന്നിട്ട് ദർശനത്തിന് ഒരിക്കലും അനുസരണക്കേട് കാണിക്കുവാനിടയാകരുത്. അത് അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാകുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ താഴ്മയോടെ അപേക്ഷിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനം അനുസരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് സംഭവിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യിരെമ്യാവ് പ്രവചിച്ച ഒരു പ്രവചനമായിരുന്നു. യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിന്റെ 15 വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് നമുക്കിന്ന് രാത്രിയിലെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. 31ന്റെ 15 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ഇസ്രായേലിലെ സ്ത്രീകൾ റാഹേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. എന്താ? ഞാന് ഒരു മകനെ പ്രസവിച്ചു, അതോടുകൂടെ ഞാൻ മരിച്ചു. റാഹേൽ, ഞാൻ ഓർപ്പിച്ചല്ലോ, ബേത്ലഹേമിന് അടുത്തു വെച്ച് ഒരു ഡെലിവറി സമയത്ത് അവൾ മരിച്ചുപോയെന്ന്. എന്നാൽ ഇപ്പോൾ അവരുടെ നിലവിളിക്കുന്നത് റാഹേലിനെ പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ, ആ സ്ത്രീകൾ കരയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ശത്രുക്കൾ ഇതാ അവളുടെ തലമുറകളെയും നശിപ്പിക്കുന്നു. ആ പ്രവചനമാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിവൃത്തിയായിരിക്കുന്നത് എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. പലപ്പോഴും ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് അത് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു. വേദപുസ്തകം പ്രവചന പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനേക പ്രവചനങ്ങളാണ് നിവൃത്തിയായിരിക്കുന്നത്. ഈ നിവൃത്തിയായ പ്രവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ദൈവവചനം ദൈവശ്വാസീയമാണ്.
ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. നിവൃത്തിയായ പ്രവചനം പോലെ തന്നെ ഇനിയും നിവൃത്തിയാകുവാനുള്ളതും നിവൃത്തിയാകും. യേശു ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഉയർക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നിവൃത്തിയായതുപോലെ ഇനിയും യേശു വരുമെന്നുള്ള പ്രവചനവും നിവൃത്തിയാകും. അതിനുള്ള സമയം വളരെ അടുത്തിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ രാജാവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. യേശു രാജാവാണെന്ന് ഗ്രഹിച്ചു കിട്ടിയവർ, മനസ്സിലാക്കിയവർ ഭാഗ്യവാന്മാരാണ്. അനേകരും അവരുടെ ജീവിതത്തിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയവരാണ് യേശുവിനെ വിലയേറിയ പരിമള തൈലം കൊണ്ട് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തത്. കാരണം മറ്റുള്ളവര് പരിഹസിച്ച് ഈ വെറുഞ്ചലം എന്തിനാണെന്ന് പറഞ്ഞു. പക്ഷേ അവര് യേശു ആരാണെന്ന് മനസ്സിലാക്കിയാണ് അങ്ങനെ ചെയ്തത്. യേശു രാജാവാണെന്ന് ഗ്രഹിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ രാജാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അവനോടുകൂടെ നമുക്ക് പാർക്കുവാൻ, അവനെ നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, എളിയവർക്ക് ഇന്നും നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇതിനനുസരണമായി ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാനും കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാനും എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കർത്താവെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. ഈ ബൈബിൾ സ്റ്റഡി അനേകർക്ക് ദൈവവചനം ഗ്രഹിക്കുന്നതിനും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനും കാരണമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച്.